ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, ദേവിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കാരണം ദേവിയാണ് സർവസ്വവും. വ്യക്തിപരമായിട്ട് എൻ്റെ വിഷയമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എങ്കിലും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മഹാഭൂരിപക്ഷത്തിനും കുറച്ച് ദേവിയോടൊരു ആഭിമുഖ്യം ഉള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ വർത്തമാനം കേട്ടിട്ട് ദേവിയോട് താല്പര്യം വന്നവരും ഉണ്ട്. അങ്ങനെയും പറയാം. കാരണം ഇത് ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ഒരു സംശയമുള്ളവരുണ്ടായിരിക്കുമല്ലോ. അവർ ആ സംശയം മാറി കിട്ടിയത് എന്നെ കൊണ്ടായിരിക്കാം. അതിൻ്റെ കാരണമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെയാണ് അതിൻ്റെ മകുടോദാഹരണം. ബാക്കി ഞാൻ പറയുന്നില്ല. അതായത് എന്താണ് ദേവി എന്നുള്ളത് എൻ്റെ ജീവിതം ചെറുങ്ങനെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. കുറേ പേർക്ക് പബ്ലിക് ജീവിതമാണല്ലോ, സ്വകാര്യ ജീവിതമല്ലല്ലോ. വെറും സ്വകാര്യ ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ ഒരു കാര്യവും ആരും അറിയില്ലല്ലോ. ഇപ്പം ഒരു വ്യക്തിക്ക് 2-3-4 ജീവിതമുണ്ട്. ഒന്ന് പൊതുജീവിതം, ഒന്ന് പൗരജീവിതം, ഒന്ന് സ്വകാര്യ ജീവിതം, ഒന്ന് രഹസ്യ ജീവിതം. അങ്ങനെ 3-4 തരത്തിലാണ് ജീവിതം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾക്ക് കുറച്ച് വിഘാതമുണ്ട്. ബാക്കിയെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അങ്ങനെ രഹസ്യ ജീവിതം നയിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കുറേയൊക്കെ അറിയാം. അത് ചില ആളുകൾ ഒരു കാര്യവും ആർക്കും ഒന്നും തന്നെ അറിയാതെ ഇരുട്ടത്തായി പോവും. മറ്റുള്ളവർക്ക് അയാളെ പറ്റി അയാളൊന്നും പറയില്ല, ഒന്നും അവരെ മനസ്സിലാക്കാനാവില്ല. അതിനിഗൂഢവും അതിരഹസ്യവുമായിട്ട് പ്രവർത്തിക്കുന്നതും ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ ഒന്നും ആർക്കും സാധാരണ ഒരു മനുഷ്യനും പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഞാനെല്ലാം ഓപ്പണല്ല. അതുകൊണ്ട് ദേവിയുടെ ഒന്ന് ജനം എന്നെ കണ്ട് മനസ്സിലാക്കിയൊരു കാര്യം, എല്ലാവരും പണത്തിന് വേണ്ടിയാണല്ലോ കഷ്ടപ്പെടുന്നത് മുഴുവൻ. വലിയ കഷ്ടപ്പാടില്ലാതെ ദേവി ധനം എത്തിക്കുന്നു എന്നുള്ളത് തന്നെ എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയണമല്ലോ. കാരണം എല്ലാത്തിൻ്റെയും മീതെ നിൽക്കുന്ന കാര്യം ധനമാണല്ലോ. അതുകൊണ്ടാണല്ലോ സത്യം പറഞ്ഞാൽ ഈ ദേവിയുടെ 3 ഭാവങ്ങൾ, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, അതിൽ ലക്ഷ്മിക്കാണല്ലോ പ്രാധാന്യം വന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ധനത്തിൻ്റെ അതിദേവത ലക്ഷ്മിയാണ്. ലക്ഷ്മി കടാക്ഷം ഇല്ലെങ്കിൽ മനുഷ്യനെ കാണാനൊരു മെനയുണ്ടാവില്ല. ഒന്ന്, അയാൾക്ക് ആരോഗ്യമുണ്ടാവില്ല, ചൈതന്യമുണ്ടാവില്ല, ഗ്ലോ ഉണ്ടാവില്ല. പ്രസരിപ്പ് അല്ലെ ഗ്ലോ എന്നൊക്കെ പറയും, അതൊന്നും ഉണ്ടാവില്ല. പിന്നെ അയാൾ ദരിദ്രനായിരിക്കും. ഈ ദാരിദ്ര്യം പിടിച്ച മനുഷ്യന് മാത്രമല്ലേ അതിൻ്റെ പ്രശ്നം അറിയുള്ളൂ. ഇങ്ങനെ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ പലരും അതിന് തയ്യാറാവുന്നില്ല. എന്താണ് പറയുക, അത് എളുപ്പത്തിൽ കയ്യിലെടുക്കാൻ കഴിയുന്ന സാധനമല്ല ദേവി. അതിനെ അങ്ങനെ പിടിച്ചാൽ മാത്രമേ അത് കനിയുള്ളൂ. അങ്ങനെയുണ്ട്. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നിട്ടും ഇങ്ങനെ ദേവിയെ കുറ്റം പറഞ്ഞ് കേൾക്കാം. അതിൽ കാര്യമില്ല. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത്
അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് എപ്പോഴാണോ ധനം കുറേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആവശ്യത്തിനാണല്ലോ ധനം വരേണ്ടത്. എപ്പോഴാണോ ഒരു വ്യക്തിക്ക് ധനത്തിൻ്റെ ആവശ്യം വരുന്നത്, ആ സമയത്താണ് ദേവി കടാക്ഷമുള്ളവർക്ക് ആ സമയത്ത് വരികയാണ് ചെയ്യുക. അത് പല രൂപത്തിലും വരും. അതൊരു വസ്തുതയാണ് ഞാൻ പറയുന്നത്. അത് പലർക്കും അറിയാം അതിൻ്റെ വിഷം എത്രയാണെന്നുള്ളത്. ഈ കൃത്യമായ ശമ്പളമൊക്കെ എണ്ണി മേടിക്കുന്നവരെ കൊണ്ടല്ല പറയുന്നത്. അവർക്ക് ഇങ്ങനെ യാന്ത്രിക ജീവിതമായിരിക്കും മഹാഭൂരിപക്ഷത്തിനും. കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് അവർക്കറിയാം. അത് ഇത്ര മറ്റേ KSF പോയി, ഇത്ര വണ്ടിയുടെ അടവ്, ഇത്ര വീട്ടിൻ്റെ അടവ്, ഇതൊക്കെ അങ്ങനെ ഇത്ര കുട്ടികളുടെ ഫീസ്, ഇതിങ്ങനെ കൃത്യമായിട്ട് അവർ മാറ്റി വെക്കും. അവരുടെ ജീവിതം യാന്ത്രിക ജീവിതമാണ്. അതുപോലെയല്ലോ മറ്റുള്ളവരുടെ ജീവിതം. ഒരു കോളുണ്ട്. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തളിപ്പറമ്പ് വിളിക്കുന്നത്. തളിപ്പറമ്പ്, പറഞ്ഞോളൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 15/7/1991. സമയം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. 15/7/1991. സമയം പറയൂ. രാവിലെ 10:45. താങ്കളുടെ തന്നെ? അതെ അതെ അതെ. എന്താണ് കാര്യമായിട്ട് അറിയേണ്ട വിഷയം? കല്യാണം അടുത്തെങ്ങനെ നടക്കുവോ? ജോലിയിൽ കല്യാണത്തിൻ്റെ മാത്രം എന്നോട് ചോദിക്കണ്ട. കാരണം പറഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ ആയിപ്പോയല്ലോ. നീ ഇപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ ധൈര്യം കിട്ടുന്നില്ല. അത് ജോലിയിലെന്തോ ഇപ്പം 10 സൂര്യനല്ലേ. ഇപ്പം നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലോ, പിന്നെ എന്താണ് ജോലിയില്ല? ജോലിയുണ്ട്, എല്ലാം തടസ്സങ്ങളാണ്. അതെ, അഷ്ടമാധിപനായ ചൊവ്വ 12-ൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാലമല്ല, അത് പറയാതിരിക്കാൻ വയ്യ. 30 കഴിയണം നിങ്ങളുടെ നല്ല കാലം വരാൻ. 30 കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ടേക്കുള്ള സുഗമമായ യാത്ര, അതുവരെ ശ്രദ്ധിക്കുകയും വേണം. ഈ വാഹനമൊക്കെ അഷ്ടമാധിപനായ ചൊവ്വ എന്ന് പറഞ്ഞാൽ അപകടകാരിയാണ് അവൻ. അത് പിന്നെ പെട്ടെന്നായിരിക്കും വല്ല അപകടമൊക്കെ പറ്റിയിട്ട് ബുദ്ധിമുട്ടിപ്പോവും. അതുകൊണ്ട് 2 വീലർ ഉപയോഗിക്കുന്നുണ്ടോ? അത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കഴിയുന്നിടത്തോളം കാറ് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? വളരെ കുറവാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പോയാൽ മതി. ഭയപ്പെടുത്തുന്നതല്ല, കാര്യം പറയുന്നത്. നമ്മളിപ്പോൾ ഈ ജ്യോതിഷത്തിൽ സൂചനകളും സാധ്യതകളുമാണ് ജ്യോതിഷം. അതിൻ്റെ കലയാണെന്നാണ് ജ്യോതിഷത്തെ കൊണ്ട്. 4 4 8 അല്ല ജ്യോതിഷത്തിൽ, അത് 7 6 ഒക്കെ ആവും. അത് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകതയാണ്. അത് പക്ഷേ എങ്കിലും ചൂണ്ടിക്കാണിക്കാനാവും ഇന്നേതൊക്കെ വരാൻ പോകുന്നു, ദോഷങ്ങളുണ്ട്. അപ്പോൾ അത് 2030 വരെ ഉണ്ട്. അതിൽ 1-2 ഘട്ടങ്ങളിലായിട്ട് മോശാനുഭവങ്ങൾ ഉണ്ടായേക്കും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതു സാഹചര്യത്തിലും ഈ കാലഘട്ടം കഴിയുന്നത് വരെ വാഹനം കൊണ്ടുള്ള കളികൾ പരമാവധി കുറക്കുക. അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ജോലിയിൽ ഞാൻ പറയുന്നു, 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ആൾ, നിങ്ങളിപ്പോൾ സർക്കാർ ജോലി അല്ലല്ലോ ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? PSCയോ കാര്യമുള്ള അങ്ങനെയുള്ള വല്ലതും ചെയ്യും? അതിലൊന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള വിധിയുണ്ട്. 38 വയസ്സ് വരെ സമയമുണ്ടല്ലോ. ഒന്നുകൂടി ഉത്സാഹിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗമുണ്ട്. അത് നമ്മളെ പണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ പറയുന്ന പോലെ പപ്പനാവൻ്റെ പൈസ കിട്ടാനുള്ള യോഗമുണ്ട് നിങ്ങൾക്ക്. പപ്പനാവൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് രാജാവിൻ്റെ പൈസയൊക്കെ അനന്തപത്മനാഭൻ്റെ അവിടെ കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ആണെന്നാണല്ലോ രാജാവ് പറയുന്നത്.
അപ്പോൾ തിരുവനന്തപുരംകാർ അങ്ങനെയാണ് പറയുക, പപ്പനാവൻ്റെ പൈസയാണ്. അപ്പോൾ അപ്പോൾ അതായത് ഇപ്പോഴത്തെ കാലത്ത് സർക്കാരിൻ്റെ പൈസ, ഗവൺമെൻറ് പൈസ അത് കിട്ടാൻ വിധിയുള്ളവനാണ്. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ വളരെയേറെ നിങ്ങളുടെ ജാതകത്തിലുള്ള നല്ല യോഗമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്വന്തമായിട്ട് ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. നന്നായിട്ട് അറിവ് വർദ്ധിച്ചു വരും എന്നുള്ളൊരു ബലമുണ്ട്. പ്രായം കൂടുമ്പോൾ പൊട്ടനായി പോകുന്നില്ല. ചില ആളുടെ ഒരു മന്ദബുദ്ധി പോലെ ആയി പോകുന്ന അങ്ങനെ ആവില്ല. നിങ്ങൾ പ്രായം കൂടുന്നവരും നിങ്ങൾക്ക് ബോധം വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പഴയ പോലെയുള്ള ഒരു മനുഷ്യനല്ല, ഇപ്പം കുറച്ച് എനിക്ക് അറിവൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാതെ. അത് സംഭവം അത് അങ്ങനെ വരും നിങ്ങൾക്ക്. അത് ജാതകാലുള്ള ഫലമാണ്. പിന്നെ ആവശ്യത്തിന് ധനം എവിടുന്നോ വന്നു ചേരുക എന്നുള്ളൊരു പ്രത്യേകമായ ഒരു സംഭവം. ഒരിക്കലും പണത്തിന് മുട്ടിപ്പോവില്ല. നിങ്ങൾ വലിയ കളിയൊന്നും കളിക്കുകയില്ല. ഒരു ഒതുങ്ങിയ കളിയാണ്. ഒരു പരിധി വരെ പിന്നെ ഒരു അച്ചാപൂറ്റിക്കാരനാണ്. ഒരാളോട് ഒരു കച്ചറക്കും പോവില്ല. നിങ്ങളെ പാടായി ഇങ്ങനെ ഒതുങ്ങി പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ആർക്കും നിങ്ങളെ കൊണ്ട് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നമ്മളെയൊക്കെ ഒരു 5 പേർക്ക് ഇഷ്ടമാണെങ്കിൽ 5 പേർക്ക് കണ്ടുകൂടാതെ വരും. കളി അങ്ങനത്തെയാണ്. നിങ്ങൾ അങ്ങനത്തെ കളിയില്ല. അതുകൊണ്ട് അത് യാഥാർത്ഥ്യം പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് പിന്നെ മുമ്പോട്ടേക്ക് പോകാം. പിന്നെ ഈശ്വരാനുഗ്രഹം അതിഭയങ്കരമാണ്. കല്യാണം കഴിഞ്ഞാൽ അത് അപാരമായ ദാമ്പത്യ ജീവിതമായിരിക്കും. പക്ഷേ അത് ഇപ്പം മൊത്തത്തിൽ കല്യാണം നടക്കുന്നില്ലല്ലോ. മൊത്തം കല്യാണം ആണുങ്ങൾ വിഷമിച്ചിട്ടാണ് ഉള്ളത്. എല്ലാം മൊത്തം കേരളത്തിൽ ആകെ ഉള്ള ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ അത് ഉള്ളത്. അതുകൊണ്ട് തന്നെ കല്യാണ കാര്യത്തിൽ നിങ്ങൾക്കിപ്പം സത്യം പറഞ്ഞാൽ ഈ 26 2-ാം മാസം വരെ അനുകൂല സമയമാണ്. നിങ്ങൾ മാക്സിമം പിടിച്ചു നോക്കൂ. എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല. കാരണം പിന്നെ ഈ ശുദ്ധജാതകവും കൂടി ആയതുകൊണ്ട് പിന്നെ വേറെ വല്ല പരിഹാരങ്ങളോ വല്ല കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാം. അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ശുദ്ധജാതകക്കാരനായതുകൊണ്ട് കല്യാണം നടന്നു കിട്ടാനും പാട്. അത് വേറെ ജ്യോതിഷപരമായിട്ടുള്ള അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഒരു ആരോപണമൊന്നും ആരും പറയുമൊന്നുമില്ല. ശുദ്ധജാതകക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പരാതി വരില്ല. അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ വേണ്ടാതെ മെസ്സേജിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഈ മെസ്സേജ് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇൻസ്റ്റയിൽ കയറിയിട്ട് ഒരു അക്കൗണ്ട് എടുക്കണം. നിങ്ങൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആരെയും വലിയ ഇതാക്കിയിട്ട് അങ്ങനെ മെസ്സേജ് ഒന്നും അയക്കാത്തൊരു മനുഷ്യനായിരിക്കുന്നതാണ്. നിങ്ങളുടെ ജാതകപ്രകാരമുള്ള വിധിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക. അത് തന്നെ. അതുകൊണ്ട് ഏതായാലും ആ രാജരാജേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ ആ രാജരാജേശ്വരനെ തന്നെ പ്രാർത്ഥിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ധനത്തിൻ്റെ വിഷയം ഒരു മനുഷ്യന് ഏറ്റവും വലിയ സംഭവം തന്നെയാണ്. ധനമില്ലാത്തവനും അതിൻ്റെ ആവശ്യത്തിന് ധനം വരാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഫീസ് കൊടുക്കേണ്ട മനുഷ്യന് ആ ഫീസ് കൊടുക്കാനായില്ല എങ്കിൽ ആ കുട്ടി അച്ഛനുമായിട്ട്, കാരണം കുട്ടി ആൾക്കാരെ മുമ്പിൽ, അവൻ്റെ കൂട്ടുകാരെ മുമ്പിൽ അവൻ കുറവാവുകയാണ്. ടീച്ചറെ അവൻ്റെ പേര് വിളിക്കുന്നു, പറയുന്നു, അങ്ങനെ അതൊക്കെ വരുമ്പോൾ അവന് അച്ഛനോട് തനിയെ, അച്ഛൻ്റെ അവസ്ഥയൊന്നും അവൻ ആ സമയത്ത് അറിയേണ്ട കാര്യമില്ല. അവൻ അച്ഛനെ വെറുക്കും. അച്ഛൻ നിസ്സഹായനായിട്ട് കരഞ്ഞു പോകും. അതാണ് പിന്നെ പണം എന്തിനീ പണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്ന വിഡ്ഢികൾ ഇപ്പോഴും ഉണ്ട്. പണം ഉണ്ടാക്കുക എന്നുള്ളതൊരു പ്രധാന സംഭവം തന്നെയാണ്. അത് നേരാൻ വണ്ണം ഉണ്ടാക്കണം. അല്ലാതെ വല്ല മാലയും പിടിച്ചു പറിച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നേരെ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ അത് ഗുണത്തിലേക്കേറെ ദോഷമായി മാറുമല്ലോ. ഒരാൾ തെറ്റായ വഴിയിൽ ധനസമ്പാദനത്തിലേക്ക് പോകുമ്പോൾ അഴിമതിയിലൂടെയോ
മുരാരി ബാബുവിനെ പോലെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നമ്മളെ പോറ്റി മുരാരിയൊക്കെ കാണുന്നില്ലേ? പണം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ട്. ഭയങ്കര പേര് ഗോവർദ്ധൻ. നോക്കുമ്പോൾ ഗോവർദ്ധൻ അത് പർവ്വതത്തിൻ്റെ പേരല്ലേ? ഇനിയിപ്പോൾ ജയിലിൻ്റെ അകത്തേക്ക് കുടുങ്ങിയിട്ട് ജീവിക്കണ്ടേ? പർവ്വതത്തിനെ എങ്ങനെ ജയിലിൽ കൊള്ളിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അയ്യപ്പൻ്റെ പൊന്നായാലും വേണ്ടില്ല, മറ്റേതായാലും വേണ്ടില്ല. എനിക്ക് പണം വേണമെന്ന് വിചാരിച്ചാലേ അത് കുറച്ച് ബുദ്ധിമുട്ടായി വരും പിന്നീട്. അങ്ങനെ വളഞ്ഞ വഴിയിലല്ലാതെ നേരായ വഴിയിൽ തന്നെയാണ് ദേവിദാനം തരിക, അത് മനസ്സിലാക്കണം. പിന്നെ കണ്ണീരുള്ള പൈസയും നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ കണ്ണീരോടുകൂടിയുള്ള പണം പിടിച്ചു പറിച്ചിട്ടും മറ്റൊക്കെ, വേറെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട പണം തട്ടിയെടുത്തിട്ടും മറ്റൊക്കെ, അതും വലിയ കാര്യമില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അത്തരം ആൾക്കാർക്കും പിന്നീട് അത് ഗുണമായിട്ടല്ല കാണുന്നത്. താൽക്കാലികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കും. ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പിണറായി, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 1997 ആഗസ്റ്റ് 26 രാവിലെ 10:45. ആഗസ്റ്റ് 26 ആ, രാവിലെ 10:45. നക്ഷത്രം രോഹിണി. 1997 ആഗസ്റ്റ് 26 രാവിലെ 11:45. 1997 ഓക്കെ. ആഗസ്റ്റ് 26 രാവിലെ 11:45. മകയിരം. നേരത്തെ പറഞ്ഞത് 10:45 അല്ലേ? തിരക്ക് കൂട്ടല്ലേ? ശരി ശരി. വെപ്രാളം വേണ്ട. അതിന് വെപ്രാൾജിൻ എന്ന് പറഞ്ഞൊരു ഗുളിക കിട്ടും. മറ്റേ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഇപ്പം നടക്കുന്നത് വ്യാഴദശ. ആരുടേതാ? നമ്മളെ തന്നെയാണോ? ഓ, മോളതാണ്. അപ്പോൾ ശരി. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് അറിയേണ്ട വിഷയം? എന്താണ് മോളെ കൊണ്ട്? പൊതുവായിട്ട് അറിയാൻ, ജോലിന്റെ അറിയാൻ, പൊതുവായിട്ട് അറിയാൻ. അല്ല, ഇതിപ്പം പിന്നെ വ്യാഴദശ തുടങ്ങിയല്ലോ. വ്യാഴമാണല്ലോ ഇപ്പം നടക്കുന്നത്. വ്യാഴത്തിൽ ഇപ്പം പിന്നെ 18-7-25 വയസ്സോടുകൂടി വ്യാഴം തുടങ്ങി. ഇപ്പം വ്യാഴത്തിൽ ശനിയുടെ അപഹാരമാണ്. ആ ശനിയും നല്ല തന്നെയാണ് ഇവിടെ. അപ്പോൾ ശനിയും ബുധൻ്റെ അപഹാരമൊക്കെ വരുമ്പോൾ കൂടുതൽ മെച്ചം. ഭാഗ്യാധിപനായ ബുധൻ്റെ അപഹാരം വരുമ്പോൾ വളരെ മെച്ചത്തിലേക്ക് വരും. 27 വരും. ഒന്നര കൊല്ലം കൂടിയുണ്ട്. പിന്നെ വിവാഹത്തിൻ്റെ എന്തെങ്കിലും എന്താണ് നോക്കുന്നുണ്ട്? അത് കുറച്ചൊരു ഇത് കാണുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ശരിയായിട്ടുണ്ട്. അത് അറിയുന്ന ആളാണോ? അറിയുന്ന ആളൊന്നല്ല. മറ്റേ സാധാരണ ആലോചന വന്നത് തന്നെയാണോ? മാട്രിമോണിയിൽ നോക്കിയിട്ട് സെറ്റായത്. പട്ടാളം പോലീസോ മറ്റോ ആണോ? ഇല്ല, ഇവിടെ എഞ്ചിനീയറാണ്. ഭർത്താവ് എഞ്ചിനീയറാണ്. ഇവള് ബാംഗ്ലൂർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഡാറ്റ എഞ്ചിനീയറായിട്ട് IT ഫീൽഡാ. ശരി. ഓനും അങ്ങനെ തന്നെ IT ഫീൽഡ്. അല്ല, അപ്പോൾ അന്നേരം അവിടുന്ന് പരിചയമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാട്രിമോണിൽ ഇട്ടിട്ട് കണ്ടത്. ഇവിടെ IBM ഇല്ലാന്ന്, ഓന് ഇൻഫോസിസ്. ഓ ശരി. ഇൻഫോസിസിലാണ്. ശരി. അതെ, ഇവള് വേറെ. നമ്മള് മാട്രിമോണിൽ ഇട്ടിട്ട് കണ്ടിട്ട് ഇതായത് അറിയുന്നല്ല. അല്ലേ? എങ്ങനെയായാലും കാര്യങ്ങൾ അങ്ങോട്ട് ഇതായാൽ മതി. ദൈവം സഹായിക്കട്ടെ. പിന്നെ ഇവർക്ക് ജോലിയല്ല വേറെ കമ്പനി മാറണം വേറെ ജോലിയല്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വ്യാഴദശ വന്നല്ലോ. വ്യാഴം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇവിടെ നീചഭംഗ രാജയോഗമുള്ള ജാതകമാണ്. അതുകൊണ്ട് ആദ്യം കുറച്ച് വിഷമങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് തെളിഞ്ഞു വരുമെന്നാണ് അതിൻ്റെ ഫലം.
അതുകൊണ്ട് നിങ്ങൾ ആ, മറ്റ് കാര്യങ്ങൾ ഇവളുടെ ജീവിത പുരോഗതിയെക്കുറിച്ചൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ ആ ആ പിന്നെ ഇവിടെ ഇപ്പൊ കമ്പനി മാറണം എന്നല്ല പറയുന്നുണ്ട്. അതൊക്കെ കമ്പനി മാറിയാൽ അതൊക്കെ മാറാനെല്ലാം പറ്റുമല്ലോ. ശനിയുടെ അപഹാരം, ശനി ഞാൻ പറഞ്ഞല്ലോ അനുകൂലമാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ അവളുടെ കണ്ടക ശനിയും കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇനി ഇപ്പം നിങ്ങൾ മാറുന്നതിനെ പറ്റി യാതൊരു വിരോധവും ഇല്ല. അവളോട് നോക്കാൻ പറയും. പിന്നെ അതൊക്കെ പിന്നെ ഇപ്പോൾ ഈ IT രംഗത്തുള്ള ആളുകൾക്ക് അറിയാലോ. ഒരു ടെക്കി എന്ന് പറയും ഇവരെ. ഈ ടെക്കികൾക്ക് അറിയാലോ എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്നൊക്കെ. ഇവളൊക്കെ ഇപ്പം പരിചയമായില്ലേ അവിടെ ബാംഗ്ലൂരൊക്കെ. അപ്പോൾ ലെറ്ററിൻ്റെ സമയം ഏതാണെന്നും അവർക്ക് അറിയാം. അത് ഏത് സമയത്ത് മാറണം, എങ്ങനെ നീങ്ങണം എന്നൊക്കെ അവർക്ക് നല്ല ധാരണയുണ്ടാവും. നമ്മളൊന്നും അതിൽ ഇടപെട്ടിട്ട് കളിച്ചിട്ട് നമുക്കൊന്നും അതിൽ ചെയ്യാനില്ലല്ലോ. നമ്മളെ ലോകമല്ലല്ലോ അത്. അതുകൊണ്ട് അത് അവള് ഇപ്പം പിന്നെ പണ്ടല്ലേ ഇപ്പം പെണ്ണും ആണും എല്ലാം ഒരേപോലെ തന്നെയല്ലേ. അങ്ങനെ പെൺകുട്ടിക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഇതൊന്നുമില്ലല്ലോ. ആണിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പം എല്ലാവരും ഒരേപോലെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് അവള് നോക്കിക്കോളും. അതൊന്നും നിങ്ങൾ ഇടപെടണ്ട. അങ്ങനെയല്ല, ഓള് 4 കൊല്ലം അതേ കമ്പനി വർക്ക്, ഓള് വേറെ മാറണം. അത് അവൾക്ക് തന്നെ അറിയാന്നേ, ഞാൻ പറഞ്ഞല്ലോ. നമ്മളതിനെക്കുറിച്ച് പിന്നെ ഇതാവുകൊണ്ട് അത് അവൾ നോക്കി ചെയ്തോളും. അത് നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല അവരെ. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ജ്യോത്സ്യം എന്നുള്ള രൂപത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ പോരെ, സമയം നല്ലതാണ്. അവളുടെ ഈ പണ്ട് മറ്റേ മോഹൻലാൽ മറ്റേ നീലകണ്ഠൻ മോനെ കൊണ്ട് പറയുന്നില്ലേ, കാർത്തികേയനെ കൊണ്ട്, അവരുടെ കാലമാടോ എന്ന് പറയുന്നില്ലേ. അതുപോലെ നിങ്ങളുടെ മകളുടെ കാലമാണിത്. അത് ആ പറഞ്ഞതിലെല്ലാം അടങ്ങി. അതൊന്ന് മനസ്സിൽ കൊടുക്കുക നിങ്ങൾ. ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ് അവളുടെ കാലമാണ്. അതാണ് അവൾക്ക് ഇപ്പം ഗ്ലാമറെല്ലാം കൂടുന്നത് കാണുന്നില്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങളെ മോളെ നോക്കിയില്ലേ, നല്ല ഗ്ലാമറല്ലേ. അതെവിടുന്നാണ് വന്നത്? ഇത്രയും കാലം ഇല്ലാതെ ഗ്ലാമർ. അതാണ് അവളുടെ കാലം എന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതാ. അപ്പോൾ അതുകൊണ്ട് നന്നായി വരും, നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദേവിയുടെ ഈ ആരാധന കൊണ്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ എന്താ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, അതാണ് ഈ നമസ്തസ്യേ 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 എന്ന് പറയുന്നത്. 3 പേർക്കും കൂടി ഓരോന്നോരോന്നായിട്ട്. പിന്നെ നമ്മൾ നമസ്കാരം മനസാ വാചാ കർമ്മണ എന്നുള്ള ആ എന്താണ് 3 തരത്തിലുണ്ടല്ലോ. അതും അല്ലെങ്കിലും 3-ന് വലിയ പ്രത്യേകതയുണ്ട്. അക്കങ്ങളുടെ കൂട്ടത്തിൽ 3-ന് ഏറ്റവും വലിയ പ്രാധാന്യമാണ്. ഒരു 3-ാം തീയതി ജനിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കലുണ്ട്. 3-ാം തീയതി അത്ര പ്രാധാന്യമുള്ള തീയതിയാണ്. അപ്പോൾ 3 പിന്നെ എന്താ ഭൂമി, ആകാശം, പാതാളം എന്നെല്ലാം പറയുന്നില്ലേ. ഇതേപോലെ നമ്മൾ പിന്നെ 3-ൻ്റെ പ്രാധാന്യം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാണാം. ത്രിത്വം എന്ന് പറയും. അപ്പം എല്ലാം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, ഇങ്ങനെ എല്ലാത്തിലും കാണാം ഈ 3-ൻ്റെ പിരിക്കൽ. അപ്പം അതേപോലെ അത് മനസാ വാചാ കർമ്മണ, തെറ്റുകളായാൽ അതിന് നമസ്കാരം. അതാണ് അങ്ങനെ ഈ നമസ്തസ്യേ 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 നമോ നമ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള അതാണ്. അപ്പോൾ യാദേവി സർവഭൂതേഷു ചേതനത്യഭിധീയതേ നമസ്തസ്യേ 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 നമോ നമ. വിഷ്ണുമായതി എന്നുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ. വിഷ്ണുമായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവനാഡി എന്നൊക്കെ അതിനെ പറയാം. നമ്മളെ സ്പൈനൽ കോഡ്, അതാണ്. സ്പൈനൽ കോഡ് പൂട്ടിയ ആൾ പോയി എന്ന് പറയുന്നില്ലേ, കിടപ്പിലായി പോവില്ലേ, അതാണ് ജീവനാഡി. അപ്പോൾ ആ ജീവനാഡിയായിട്ട് നമ്മളിലും, അതിനെ ലളിതാസഹസ്രനാമം പറയുന്നത് ബിസതന്തു തനീയസി എന്നാണ്. അതായത് താമരനൂല് പോലെ അത്രയും നേർത്തതാണ് സ്പൈനൽ കോഡിൽ സ്ഥിതി ചെയ്യുകയാണ്.
മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് അത് ഉയർന്നു വരുന്നതോടുകൂടി പരമമായ ആനന്ദത്തിലേക്ക് ആ വ്യക്തി ഉയർന്നു പൊങ്ങുന്നു എന്നാണ് പറയുന്നത്. അത് നാരായണ ഗുരുവൊക്കെ അങ്ങനെ ഉയർന്ന ആളായിട്ട് പറയുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെ അതിനെ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയിട്ട്, അത് ഈ യോഗിവര്യന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ജീവൻ വെടിയുകയും ചെയ്യും അവർ അത്തരത്തിലുള്ള. അങ്ങനെ അതുമുണ്ട്. ജീവസമാധി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതൊക്കെ ഇതിനെ ഉണർത്തിയിട്ട് മൂർധാവിലൂടെ അങ്ങോട്ട് ജീവനെ അങ്ങോട്ട് വെടിയുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള പിന്നെ മഹായോഗികൾ ഇപ്പോഴും ഹിമാലയത്തിലൊക്കെ ഉണ്ട്. അവരൊന്നും പിന്നെ ഈ ഇങ്ങനെ വേഷം കെട്ടി പുറത്തേക്കൊന്നും ഇറങ്ങില്ല. അവരെല്ലാം വേറെ ലോകത്തിലാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ മറ്റൊരു തലത്തിലായിരിക്കും അവരൊക്കെ. ഈ കുംഭമേളക്ക് പോലും അവരൊന്നും കാണണമെന്നില്ല. അത്തരത്തിലുള്ള അവസ്ഥ എത്തിയിട്ടുണ്ടാവും. കുംഭമേളക്കാർ 12 കൊല്ലം കൂടുമ്പോൾ ഒന്ന് പുറത്തിറങ്ങുമെന്ന് പറയും, അല്ലെങ്കിൽ 4 കൊല്ലം കൂടുമ്പോഴൊക്കെ. ഇവരതുപോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സന്യാസി വര്യന്മാർ ഇപ്പോഴും അവരൊക്കെ അധികവും ഹിമാലയത്തിൽ തന്നെയാണ്. അത്തരം മഹാശ്രേഷ്ഠന്മാരായ, അവരെ പറയാൻ വാക്കുകളില്ല. അവർ വേറെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ കഴിവൊക്കെ ഉണ്ടാവുക. അല്ലാതെ ഭോഗജീവൻ നയിക്കുന്ന ആളുകൾക്കൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ, പക്ഷേ ദേവി അവരെയും പ്രസാദിക്കും, അത് വേറെ കാര്യം. അത് രണ്ടും രണ്ടാണ്. മറ്റവർക്ക് പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വല്ല കായികനികളൊക്കെ തിന്നിട്ട് അങ്ങനെ ജീവിക്കല്ലേ ചെയ്യുക. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരുന്ന്, പറഞ്ഞോളൂ. 27 ഓക്കെ, 1 ശരി. 2016 8:35 PM. 8:35 PM. അന്ന് ചെറുതായി പോയല്ലോ. 2016. 2016. ഇത്രയും ചെറിയ കുട്ടീൻ്റെ ആരാണ് നിങ്ങളുടെ? മോൻ. ആ, അല്ല, ഇത്രയും ചെറിയ കുട്ടികളൊന്നും ഞാൻ നോക്കാറില്ല. ഇതിപ്പം 8 വയസ്സായതുകൊണ്ട് തൽക്കാലം. ഓ എങ്ങനെ? ആ ശരി. ആ, അസുഖകാര്യങ്ങൾ എന്താണ് അത്ര വലിയ പ്രശ്നമാണ്? ഇടക്കിടക്ക് വയറുവേദന. ഓക്കെ, അങ്ങനെയൊന്നും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ലല്ലോ. അവന് പിന്നെ പഠന സംബന്ധമായിട്ട് വല്ല പ്രശ്നമുണ്ടോ അവന്? ഇല്ല. ആ, അല്ല, അതിനു വേണ്ടി വല്ല പിന്നെ നമ്പർ ഇറക്കുന്നതാണോ? അല്ല, അതിനൊന്നും മടിയൊന്നുമില്ല. പഠിക്കാനെല്ലാം നന്നായി പഠിക്കും, എല്ലാം ചെയ്യും. താല്പര്യമെല്ലാം ഉണ്ട്. ഓക്കെ. ആ, ഇപ്പം ഏതായാലും ഇപ്പം നടക്കുന്നത് പിന്നെ എന്താണ് പറയുക, പൂരം നക്ഷത്രക്കാരനാണ്. അതുകൊണ്ട് 10 വയസ്സ് വരെ ഇപ്പോൾ സൂര്യൻ്റെ ദശയാണ്. അപ്പോൾ ആ സൂര്യദശ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം അത് നമുക്ക് തീരണമെങ്കിൽ 26 2-ാം മാസം കൊണ്ട് തീരുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രദശയാണ്, അത് നല്ല ചന്ദ്രദശയാണ്. അതുകൊണ്ട് ആ സമയത്ത് കുട്ടിയുടെ ഈ വിഷമങ്ങളൊക്കെ മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്നിട്ട് ഡോക്ടറെല്ലാം കാണിച്ചോ? കാണിച്ചു. മുമ്പ് വയറ്റിൽ വല്ല വെള്ളം നിറയലെല്ലാം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ, 4 വയസ്സ് വരെ. അതിനുശേഷം വയറുവേദന ഇടക്കിടക്ക് പറയും. പക്ഷെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അത് 10 വയസ്സ് കഴിയുമ്പോ മാറും എന്നെല്ലാം പറഞ്ഞു. അത് തന്നെ ഞാനും പറഞ്ഞു, ഏതാണ്ട് ഒത്തു വന്നു. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ഡോക്ടറും പറഞ്ഞല്ലോ 10 എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ ഒന്ന് മുറുക്ക പിടിക്കാം. അതെങ്ങനെ ഒത്തു വന്നതെന്ന് എനിക്കറിയില്ല. ഡോക്ടർ പറഞ്ഞു 10, ഞാനും പറഞ്ഞു 10. അപ്പോൾ നമുക്കത് അതിലങ്ങ് പിടിക്കാം. 10 കഴിഞ്ഞിട്ട് മാറും എന്നുള്ള എൻ്റെയും ഡോക്ടറെയും വർത്താനം ശരിയായി വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇതൊന്നും വലിയ മാരക രോഗമൊന്നുമല്ല, നല്ല ദൈവാനുഗ്രഹമുള്ള പയ്യനാണ്. ഒന്നും വിഷമൊന്നും വരില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും വേണ്ടാതെ നെഗറ്റീവ് ഒന്നും ചിന്തിക്കേ പാടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചെറിയ കുട്ടീനെ കൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ.
ഒരു കുഴപ്പവും വരില്ല. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ എന്താണ്, ചേതനാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ബോധം എന്ന് പറയും. അപ്പോൾ അത് എന്താ, ഒരു ബോധം ഇല്ലാതൊരുത്തനെ കഥയും ബോധം ഇല്ലാതൊരുത്തനാന്ന് പറയുന്നില്ല ചില ആളെ കൊണ്ട്. എന്താ കാട്ടിക്കൂട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബോധവും ഇല്ല. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? എത്രയോ പേരുണ്ട്. അത് ഈ ദേവിയുടെ കടാക്ഷമില്ലാത്തവരായിരിക്കും എന്നാണ്. ഒരു ബോധം ഒന്നിനെ കുറിച്ചിട്ടും ഒരു ബോധവും ഇല്ല. ഇങ്ങനെ സ്വന്തം പണിയെടുക്കും, അതിൻ്റെ ശമ്പളം മേടിക്കും, അതിൻ്റെ കാര്യങ്ങൾ നടത്തും, അരിയും സാധനവും വീട്ടിൽ മേടിച്ചു കൊണ്ടുവരും. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ഉണ്ടാവില്ല. ഈ ലോകത്ത് എന്ത് നടക്കുന്നു ഒന്നും അവർക്ക് അറിയണ്ട. അങ്ങനെയുള്ള എത്രയോ ആളുകളെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ റേഞ്ച് മനസ്സിലാവും. പിന്നെ നമ്മൾ അവരോട് കൂടുതൽ പറയാൻ നിൽക്കില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ആർക്കും മാറ്റാനൊന്നും ആവില്ല. അതങ്ങനെയാണ്. പറഞ്ഞ് മാറ്റിക്കളയാമെന്നൊന്നും ആരും ധരിക്കരുത് അത്തരക്കാരെ. കാരണം ബോധം വേണ്ടേ? ബോധമില്ലാത്തവനെ എങ്ങനെ, അന്ധകാരത്തിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അയാളെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ പാട്ടിന് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബോധരൂപത്തിൽ നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ്. അത് മനസ്സിലാക്കണം. അത് തന്നെയാണ് ജ്ഞാനം. ജ്ഞാനത്തിലേക്കുള്ള സഞ്ചാരം മനുഷ്യജീവിതത്തിൻ്റെ ഭഗവത്ഗീതയൊക്കെ അത് അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. ജ്ഞാനത്തിലൂട്ടിയാണ് മോക്ഷം. മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആഹാരനിദ്രാഭയമൈഥുനഞ്ച സമാനമേതത് പശുഭിർ നരാണാം ജ്ഞാനം നരാണാമധികോ വിശേഷജ്ഞാനേന ഹീന പശുഭിർ സമാനാം എന്നുള്ള സംസ്കൃതത്തിലെ ചൊല്ല് കറക്റ്റാണത്. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഭയപ്പെടുക, ഇണചേരുക, നാലും മനുഷ്യനും മൃഗങ്ങൾക്കും ഈ നാല് സ്വഭാവങ്ങളും കാണും. അത് തത്തുല്യമാണ്. ഇത് നാലും ഒരു പട്ടിക്കും പശുവിനും ഒക്കെ ഉണ്ട്, നമ്മൾ മനുഷ്യർക്കും ഉണ്ട്. പിന്നെ നമ്മളെന്താണ് വ്യത്യാസം? ജ്ഞാനം നരാണാം അധികോ വിശേഷ. ജ്ഞാനം അവർക്കില്ല, വിശേഷ ബുദ്ധി ഒരു പശുവിനോ പട്ടിക്കോ ഇല്ല. ജ്ഞാനേന ഹീന പശുഭിസ്സമാന. ജ്ഞാനമില്ലാത്തവൻ, പശു എന്ന് പറഞ്ഞാൽ അവിടെ മൃഗം എന്നുള്ള അർത്ഥമാണ്, മൃഗത്തിന് സമമാണ്. അപ്പോൾ മൃഗസമാനമായ ജീവിതമാണ് മഹാഭൂരിപക്ഷവും നയിക്കുക. ഇനി ചെറുപ്പത്തിൽ പിന്നെ വലിയ ബോധവും ഈ പറയുന്ന ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും പിന്നീട് ഉയർന്നു വരുമ്പോൾ, ഞാൻ ഇന്ന് ആദ്യം വിളിച്ച മനുഷ്യനോട് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഇപ്പായിട്ട് കുറച്ച് ബോധം കൂടുന്നുമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ലേ? അയാൾക്ക് അത് അയാളുടെ ജാതകത്തിലുള്ളതാണ്. അങ്ങനെ ജാതകത്തിലുണ്ടെങ്കിൽ അതിലേക്ക് ആ വ്യക്തി ഉയർന്നു പോയിക്കോളും. മറ്റേ ഇത്തരത്തിൽ ജ്ഞാനത്തിൻ്റെ കണിക പോലും വരാതെ ആൾക്കാർ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ജാതകം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൽ പിന്നെ എന്താണ്, രണ്ടാം ഭാവവും മറ്റൊക്കെ അതിൽ വലിയ പ്രാധാന്യമാണ്. അറിവിലേക്കുള്ള ഇത് പിന്നെ വായനാശീലം ഉണ്ടാവുക, അറിവ് നേടിയെടുക്കണം എന്നുള്ള വിചാരം ഉണ്ടാവുക, നല്ല വാക്കുകൾ കേട്ട് ശീലിക്കുക, നല്ല വാക്കുകൾ പറഞ്ഞ് ശീലിക്കുക, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണമെന്ന് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പ്രാർത്ഥന ചൊല്ലിയത് ഓർമ്മയില്ലേ? ഒരു കോൾ ഉണ്ട്. ഹലോ 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 എവിടുന്നാണ് വിളിക്കുന്നത്? കുറച്ച് എക്കോ അടിക്കുന്നു. നിങ്ങൾ കുറച്ച്. ഹലോ തലശ്ശേരി. പറയൂ, ഡേറ്റ് പറയൂ. 1983 ആഗസ്റ്റ് 3 രാത്രി 10 മണി.
എന്നല്ല. രാത്രി 10 മണി. ആരുടേതാണ്? ആണ് പെണ്ണ്? അത് പറയണം. മകളതാ. മകളത്. കാർത്തിക നക്ഷത്രം. അതെ. എന്താണ് പറയേണ്ട വിഷയം? പറയൂ. ജോലിയും കാര്യവും ആരോഗ്യവും. ജോലി, കാര്യം, ആരോഗ്യം. ആരോഗ്യത്തിന് അത്ര വലിയ പ്രശ്നം തോന്നുന്നുണ്ടോ? പ്രശ്നം തോന്നുന്നൊന്നുമില്ല. പിന്നെന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഇപ്പം അങ്ങനെ ഒരു മോശം കാലവുമായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പറഞ്ഞ ജോലി, ജോലിയും ചെയ്യുന്നുണ്ടല്ലോ. ജോലി ചെയ്യുന്നെന്ന് പറയാനൊന്നുമില്ല. എന്നാലും ചെറുങ്ങനെ ഒരു ജോലി ചെയ്യുന്നില്ലേ? ട്യൂഷൻ എടുക്കൂ. ശരി, അതെന്ത്? അത് ജോലിയല്ലേ? അല്ല, അത് ജോലിയല്ലേ? അത് കൃത്യമായിട്ട് എടുത്താൽ അതെന്താ മോശ? പണ്ടല്ലേ ട്യൂഷൻ എടുത്താലൊന്നും ഒന്നും കിട്ടാതെ. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. വ്യാഴദശയാണ് ഇപ്പം നടക്കുന്നത്. സമയമൊക്കെ നല്ല അനുകൂലമാണ്. എന്നാൽ ആരോഗ്യപരമായിട്ട് നെഞ്ചരിച്ചിലും മറ്റൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില അസിഡിറ്റിയുടെ മറ്റൊക്കെ ചില പ്രശ്നങ്ങൾ, ചില സാധനങ്ങളൊന്നും ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ചില പ്രയാസങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഈ ഏതായാലും ഇപ്പം ദശയുടെ ആനുകൂല്യമുള്ളത് കൊണ്ട്, വ്യാഴദശ ആയതുകൊണ്ടും വ്യാഴം 9 നിൽക്കുന്നത് കൊണ്ടും ഒന്നും വലിയ രൂപത്തിൽ കുഴപ്പമായിട്ട് വരില്ല. ദാമ്പത്യം എന്താണ് സ്ഥിതി? 2 കുട്ടികളുണ്ട്. അല്ല, അത് അത്ര ഒരു തൃപ്തിയല്ലേ? തൃപ്തി കുറവൊന്നുമില്ല. പഠിക്കുന്നുണ്ട് കുട്ടികൾ. അല്ല, കുട്ടികളല്ല, ദാമ്പത്യ ബന്ധം എങ്ങനെ നല്ലതായിട്ടുണ്ടോ? അത് തൃപ്തികരം തന്നെയാ. എന്തോ ഒരു ചെറിയൊരു വശപ്പശകുണ്ടല്ലോ ജാതകത്തിൽ. അങ്ങനെയല്ല, ചെറിയ ഇതുണ്ടാവുന്ന. ശരി. നിങ്ങളത് എന്തോ ഈ വയസ്സിൽ എന്നല്ല, അത് മൊത്തത്തിൽ ജാതകത്തിൽ അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ അങ്ങനെയല്ല ഞാനിവിടെ കാണുന്നത്. അല്ല, ഇനിയിപ്പം ജാതകം ചിലപ്പോൾ തെറ്റിപ്പോവാപ്പോൾ നമ്മളും പറയുന്നത് തെറ്റിപ്പോകാം. അതുകൊണ്ട് നമ്മളെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു മനുഷ്യനല്ലേ, ദൈവമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് എനിക്കും തെറ്റി വരാമല്ലോ. അല്ല, ഇവിടെ കാണുന്നത് അങ്ങനെ അത്ര ഭയങ്കര ഹാപ്പി അല്ല. അതിൻ്റെ കൂടുതൽ ഞാൻ പറയുന്നില്ല. അല്ല, അതങ്ങനെ അങ്ങ് പോകും. ഇനിയിപ്പോൾ എന്ത് ബുദ്ധിമുട്ട്? ഞാനാ പറഞ്ഞത് എന്താണെന്നല്ല പുള്ളിക്കാരി കേൾക്കുന്നുണ്ടോ ഇത്? അത് ശരി. അപ്പോൾ പിന്നെ നിങ്ങളെ മകളോട് കൃത്യമായിട്ട് ചോദിച്ചു നോക്കൂ. ഇങ്ങനെ ഒരാളായ ഇന്ദുലാലാ പറഞ്ഞത്, എന്താ മോളെ അങ്ങനെ ഉണ്ടോ വല്ലതും ചോദിച്ചു നോക്കൂ. ചിലപ്പോൾ എല്ലാം പറയണമെന്നൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ആരെയും പ്രയാസങ്ങളൊന്നും അറിയിക്കാതെ ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ മറ്റേവരെ വിഷമിപ്പിക്കുന്നതൊന്നും ഇഷ്ടമായിരിക്കില്ല. ഇതൊരു സാധു സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ ഒന്നും പറയണമെന്നില്ല. ഞാനിവിടെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങളായിട്ടത് പറഞ്ഞുണ്ടാക്കുകയും വേണ്ട. ഒന്ന് ഇങ്ങോട്ട് പറയുന്നില്ലെങ്കിൽ ഒന്നും അനങ്ങണ്ട തൽക്കാലം. ഏതായാലും സമയത്തിൻ്റെ ദോഷമൊന്നുമില്ല. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവും. മുടക്കൊന്നുമില്ല. വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അത് മതി. ബ്രേക്ക് ഡൗൺ ആവില്ല, വഴിയിൽ നിന്ന് പോവില്ല.
നമ്മളെ കാഴ്ചയിൽ അവൻ മോശക്കാരനില്ല എന്നാ പറയാ ഞാൻ. അതെ, ആള് മോശാന്ന് ഞാൻ പറഞ്ഞു. അല്ല പറയാ. ആള് മോശാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നില്ല, പോട്ടെ. ആ ശരി, അപ്പോൾ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നെരിപ്പിന് നടക്കട്ടെ. ഓക്കെ, ശരി ശരി ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ വാക്കുകൾക്ക് അർത്ഥതലങ്ങൾ പലതും ഉണ്ടാവും. അർജുനൻ്റെ അമ്പ് പോലെയോ, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 3, കൊള്ളുമ്പം 10 എന്ന് പറഞ്ഞ പോലെ വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ടാവും. അത് മനുഷ്യർക്ക് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ പറയാ. ഞാൻ പ്രത്യേകിച്ചിട്ട് മൂകാംബിക അമ്മേൻ്റെ അനുഗ്രഹം കിട്ടിയതിന് ശേഷം വാക്കിന് വേറെ അർത്ഥം വരുന്നു. അതിപ്പം സ്വാഭാവികമാണല്ലോ. അനുഗ്രഹിച്ച മൂകാംബിക അമ്മയല്ലേ, വാഗ്ദേവതയല്ലേ. വിഷ്ണു സുദർശനം കൊണ്ട് ഇതിനെ ചെതറിച്ചപ്പോൾ, ബോഡി ചെതറിച്ചപ്പോൾ നാവ് വീണ് വന്നു എന്നല്ലേ പറയുന്നത്. അത് മൂകാംബികയിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മൂകാംബിക അമ്മയെ ആരാധിക്കുന്നവർക്ക് വാക്ചാതുര്യം ഭയങ്കരമായിരിക്കും. ഏതിപിടിയും ഉരുണ്ട് മറിഞ്ഞ് അവർ കളിച്ച് കളയും. പറഞ്ഞത് തിരിച്ചും മറിച്ചും പറഞ്ഞിട്ട് കൊള്ളിക്കും. അതാണ്. അത് ജ്യോതിഷം പഠിച്ചാൽ മാത്രം അത് പറ്റില്ല. അമ്മയുടെ ഉപാസന അതിന് വളരെ ഗുണം ചെയ്യും. അമ്മയുടെ മാത്രമല്ല, സരസ്വതി ഉപാസനയുള്ള അത് ജ്യോതിഷൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യമായിട്ട് ഉത്തമ ജ്യോതിഷിയൊന്നും, ഞാനൊന്നും ഉത്തമ ജ്യോതിഷിയല്ല. ആ ഉത്തമ ജ്യോതിഷിയുടെ ലക്ഷണത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അത് ഉപാസന പറയുന്നുണ്ട്. അതിൽ സരസ്വതി ഉപാസന തന്നെയാണ്. അത് ചെയ്യുന്നവർക്ക് മാത്രമേ ജ്യോതിഷത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കാൻ പറ്റും. വെറുതെ ഇപ്പോൾ ഒരു ബോർഡ് വെച്ചൊരു ജ്യോതിഷിയായി അതിനെക്കൊണ്ട് കാര്യമില്ല. ഈ ഉപാസനയില്ലാതെ ജ്യോതിഷിയുടെ കാര്യം വളരെ കഷ്ടമാണ്. അയാളൊരു ഉദരപൂരണം, നമ്മൾ എന്തൊരു പെയിൻറ്റിൻ്റെ പണിക്ക് പോകുന്നു, അല്ലെങ്കിൽ വാർപ്പ് പണിക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പീഡിയയിൽ കണക്ക് എഴുതാൻ പോകുന്നു, അതേപോലത്തെ ഒരു പണി എത്രമാത്രം. ചാക്കരി മേടിക്കുക, തിന്നുക. അതിൻ്റെ അകത്ത് മറ്റൊരു പടിയിലേക്ക് മാറണമെങ്കിൽ ഈ ഉപാസന വേണം. ഇപ്പം ഞാനൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതൊക്കെ ആ ഉപാസനയുടെ ഭാഗമായിട്ടാണ്. ജ്യോതിഷം മാത്രം പഠിച്ചതിനെ കൊണ്ട് ഇപ്പം ഇതേപോലെ പറയാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അപ്പോൾ ശരിക്കും ഉപാസനയുടെ ഭാഗമായിട്ട് ദേവി ആരാധന, ഞാൻ ദേവി ആരാധനയാണ് തിരഞ്ഞെടുത്തത്. ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലായിരിക്കും. ഗണപതിയും അതിൽ മോശമൊന്നുമല്ല, ഭയങ്കര സാധനമാണ് ഗണപതി. വിഘ്നേശ്വരൻ പണ്ട് എന്താ പറയുക, ശുഗമഹർഷി ഭാഗവതം എഴുതാൻ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ഒറ്റ എഴുത്താണെന്നാണ് പറയുന്നത് ഗണേശൻ. അയിറ്റ ഭയങ്കരനാണ്. ഹരിശ്രീ ഗണപതയെ നമ എന്നാണല്ലോ നമ്മൾ കുറിക്കുമ്പം, വിദ്യാരംഭം കുറിക്കുമ്പോൾ അതാണല്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഗണപതിയുടെ പ്രാധാന്യം എന്താണെന്ന്. അതിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥയല്ല, അതൊക്കെ വേറെ നിൽക്കട്ടെ. അതൊക്കെ പുരാണത്തിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലൊന്നുമല്ല. പക്ഷേ ഗണപതി എന്ന മൂർത്തി എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കേ അറിയുള്ളൂ. ഞാനൊക്കെ അത് മനസ്സിലാക്കിയ ആൾ തന്നെയാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ചക്കരക്കല്ല്, പറഞ്ഞോളൂ. ശരി, പറഞ്ഞോ. 21/11/96 ഉച്ചക്ക് 1:55. 1:55. ശരി. രേവതി നക്ഷത്രം എന്താണ്? ജോലിക്കാര്യം. എന്ത് ജോലിക്കാണ് ശ്രമിക്കുന്നത് മോള്?
ഇപ്പൊ PSC ഇങ്ങനെ പെട്ടെന്ന് പഠിച്ചോണ്ടിരിക്കുന്നതാണ്. ഡിഗ്രി ഡിപ്ലോമയെല്ലാം ഉണ്ട്. ഒക്കെ ശരിയാവുന്നേ. ഇത് ഉറപ്പായിട്ട് ജോലി കിട്ടും. ആ ആഞ്ഞു പിടിക്കാൻ പറയണം, ആഞ്ഞു പിടിക്കാൻ പറയണം. ആ അപ്പോൾ എവിടെയാണ് നിങ്ങളെ വീട് പറഞ്ഞത്? ചക്കരക്കല്ല്. ചക്കരക്കല്ല്. നമ്മൾ തമ്മിലൊന്ന് കാണുന്നത് നന്നായിരിക്കും തോന്നുന്നു. അതെയാ? ആ അതിന് വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ, അത് ഞാൻ ഇത് പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നമുക്ക് ഇത് പിന്നെ ആയിക്കോട്ടെ. ശമ്പളമാക്കി തരാം. 110% വർത്തമാനമാണ്. നമുക്ക് ഒരു കളിക്കാം. നമുക്ക് സംഭവം ഉണ്ട്. നമ്മൾ ഇതിനിടെ ഒരു 5-10 കുട്ടിയൊക്കെ അങ്ങനെ കിട്ടി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും, അവരെ പേരൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ. കണ്ണൂർ കളക്ട്രേറ്റിൽ കിട്ടിയ പെൺകുട്ടിയുണ്ട്. പിന്നെ ഇങ്ങനെ പല ഇതുമുണ്ട്. PSCൻ്റെ ഒന്നാമത് വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ആളുകളുടെ കോമ്പറ്റീഷൻ ഭയങ്കരമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു പണിയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കുംഭലഗ്നായതുകൊണ്ട് അവർക്ക് എന്താ പാത്രത്തിൻ്റെ അകത്തുള്ളതുപോലെ അവരെ വെളിച്ചം പുറത്തേക്ക് വരാതെ ഒരു കളിപ്പിക്കലുണ്ടാവുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടത്തണം ഇവളെ. ആ പുറത്ത് കടത്താനുള്ള ചില വിദ്യകളുണ്ട്. അത് എന്താണെന്നൊന്നും ചോദിക്കണ്ട. അതൊരു വിശ്വാസം അർപ്പിക്കുക. ഒരു മനുഷ്യൻ അങ്ങനെ, അയാളെ ഒരു ദേവിയെയും വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരു വാക്ക് തരുമ്പോൾ ആ വാക്കിൽ അയാളെ വിശ്വസിക്കുക. എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തരൂലല്ലോ, എനിക്ക് തരണ്ട, നിങ്ങൾ നല്ലോണം അനുഭവിച്ചോളൂ, എന്നെ നന്ദിപൂർവ്വം ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഞാൻ ആ പണി എടുക്കുമെന്ന് പറഞ്ഞാൽ എടുക്കും. അതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. അത് എന്നെ സംശയിക്കാനും പാടില്ല. ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ സംശയിക്കാനും പാടില്ല. നിങ്ങൾ വരുന്നില്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളോട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാനോ സംശയിക്കാനോ പാടില്ല. ആ ഒരു സംഭവം പാടില്ല. അത് മഹാപാപമായി പോകും. കാരണം എനിക്ക് അത്ര ഉത്തമ ബോധ്യത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്നെ വിശ്വസിക്കുക എന്നല്ലാതെ അതിൽ വേറെ നിങ്ങളുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അടിയന്തരമായിട്ട് എന്നെ ഒന്ന് ബന്ധപ്പെടുക. നമുക്ക് അതിനുള്ള വേണ്ട പരിപാടികൾ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഓളോട് സംസാരിച്ചിട്ട് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ മുമ്പോട്ട് പോവുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, ദേവി രക്ഷിക്കട്ടെ, ദേവി രക്ഷിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ബോധത്തിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതും എന്നെപ്പോലത്തെ ഒരാളെ പണിയാണല്ലോ. അപ്പോൾ യാദേവീ സർവഭൂതേഷു ചേതനത്യബ്ദീയതേ നമസ്തസ്യേ 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 നമോ നമഃ എന്നുള്ള ആ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. അപ്പോൾ അവരെ പിന്നെ വർത്തമാനത്തിലൂടെ എങ്ങനെ ബോധത്തിലേക്ക് നയിക്കുന്നു എന്ന് ഇപ്പോൾ ഉള്ള വർത്തമാനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ഉറപ്പിച്ച് പറയേണ്ട സമയത്ത് ഉറപ്പിച്ച് പറയുകയും, നമുക്ക് അങ്ങനെ ഉറപ്പില്ലാത്ത കാര്യത്തിൽ അങ്ങനെ പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും ദേവീ ഭക്തന്മാരുടെ ഒരു പ്രത്യേകതയാണ്. നീ അങ്ങനെ പറഞ്ഞോ, അത് ഞാൻ ഓക്കെ ആക്കാം എന്ന് നമ്മളെ അന്ധക്കരണത്തിൽ, അത് ബുദ്ധിയാണ്. അതാണ് അടുത്തത്. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ആ ബുദ്ധി നമ്മൾ അന്ധക്കരണം തന്നെയാണ്. അതാണ് ആ വേണ്ട രൂപത്തിൽ ആ അന്ധക്കരണം നമ്മളോട് മന്ത്രിക്കും. ആ അന്ധക്കരണത്തിൽ തന്നെയാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ആ അന്ധക്കരണമായിട്ട് തന്നെയാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അത് നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അത് നീ ചെയ്തുകൊള്ളൂ, അത് നീ ഏറ്റുകൊള്ളൂ, അത് നീ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ പ്രവർത്തിക്കുക. അതാണ് ദേവിയുടെ ഉപാസനയുണ്ടാകുമ്പോൾ ഈ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ അയാൾ പ്രവർത്തിക്കും. അതിൻ്റെ കാരണം ഇതാണ്. ഒക്കെ തീരുമാനിക്കുന്നത് ദേവിയാണ്. നാളെ ഇതിനും കടുപ്പമായിട്ടെന്തെങ്കിലും ദേവി എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനും ഞാൻ ദാസൻ വളരെ ക്ലിയറാണ്, അതിന് തയ്യാറാണ്. അപ്പോൾ അത് ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഏതായാലും ഈ അത്ഭുതകരമായ സംഭവം വന്നല്ലോ. അപ്പോൾ പിന്നെ ഇനി എന്തോ അതിൻ്റെ അപ്പുറം ഒരു അത്ഭുതം സംഭവിക്കാനുണ്ടല്ലോ. അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, എന്തോ ഉണ്ടാവുമല്ലോ, സംശയമൊന്നും വിചാരിക്കണ്ട.
അപ്പോൾ ഏതായാലും നമ്മളെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്തവരെ മാത്രമേ കാണുന്നുള്ളൂ. ജാതക പരിശോധന മാത്രമേ ഉള്ളൂ. രാശി വെക്കുക, പ്രശ്നം ചിന്തിക്കുക എന്നുള്ളതൊക്കെ 10-15 കൊല്ലമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. അത് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കുക. പിന്നെയുള്ള മുഹൂർത്തം കുറിക്കൽ, അതേപോലെയുള്ള കല്യാണക്കുറിപ്പ് നോക്കി കൊടുക്കൽ, അതൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അത് നേരിട്ടാവൊന്നും ചെയ്യുന്നില്ല. കുറേ ചെറുപ്പക്കാരിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കുറിപ്പൊക്കെ നോക്കണ്ടേ അവർക്കൊക്കെ. അവരെ നമ്മൾ എല്ലാം ഇങ്ങോട്ട് വാരി പിടിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഈ കൈപ്പുണ്യം കിട്ടിയിട്ട് കല്ലൊക്കെ കച്ചവടമുണ്ട്. അപ്പോൾ രത്നക്കല്ലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് 1000കണക്കിന് ആൾ വാങ്ങുന്നു. അവർക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. പാവങ്ങൾ, അവർ ജ്യോതിഷികൾ അങ്ങനെയുള്ള പിന്നെ എന്നെ പോലെയുള്ള ഈ രത്നക്കല്ല് വ്യാപാരമൊന്നും അവർക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചു. അവരും അങ്ങനെ കല്യാണക്കുറിപ്പൊക്കെ നോക്കി അവർക്കും വേണ്ടേ കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ ഇങ്ങോട്ട് പിടിച്ചാലോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒഴിവാക്കി. ജാതക പരിശോധന മാത്രമേ ഉള്ളൂ, എന്നിട്ട് പരിഹാരവും ചെയ്യുന്നു. അതിന് താല്പര്യമുള്ളവർ വന്നാൽ മതി. നെല്ലുണ്ടെങ്കിൽ ഈ കണ്ണൂത്തൊന്നും വരും എന്ന് പറഞ്ഞ പോലെ നമ്മളെടുത്ത കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ നമ്മൾക്ക് അതിനുള്ള പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്ര ദൂരെ നിന്നും ആൾക്കാർ വരും, എവിടെ നിന്നൊക്കെയോ വരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാതെ ആൾക്കാരും ഇപ്പം വന്നിട്ട് ഞാൻ കൊറിയർ അയച്ചു കൊടുക്കുന്നു. ഏതൊക്കെ നാട്ടിൽ നിന്ന്, അങ്ങ് ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ബന്ധപ്പെടുന്നു. അതാണ് ദേവി. ദേവിയുടെ പൂജ മുടങ്ങാൻ പാടില്ല. ദേവി അത് ധനം എത്തിക്കും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കുക. താല്പര്യമുള്ളവർക്ക് പരിഹാരങ്ങൾ ചെയ്യാനും ജാതകം നോക്കാനും വേണ്ടവർക്ക് നേരിട്ട് ബുക്ക് ചെയ്തിട്ട് വരാം. അല്ലാത്തവർക്ക് ഓൺലൈനിൽ ഫലമറിയേണ്ടവർക്ക് അങ്ങനെയും സൗകര്യമുണ്ട്. ഏതും നിങ്ങളുടെ തീരുമാനമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.